12 വർഷത്തിന് ശേഷം പി എഫിൽ ഒരു വൻ മാറ്റം വരാനിരിക്കുകയാണ്. പി എഫിന്റെ വെയ്റ്റ് സീലിംഗ് ലിമിറ്റായ 15,000 രൂപ 25,000 രൂപയായിട്ട് കൂട്ടാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ശുപാർശ ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റിന് അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഇത് പ്രാബല്യത്തിലാകും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എഫ് എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂട്ടറി സ്കീമാണ്. എംപ്ലോയറും എംപ്ലോയിയും ബേസിക് വേജസിന്റെയും ഡി എയുടെയും 12% പി എഫിലേക്ക് അടയ്ക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബേസിക്കും ഡി എ 30,000 രൂപയാണ്, എന്തുകൊണ്ട് ഈ 30,000 രൂപയുടെ 12% പി എഫിലേക്ക് എംപ്ലോയർ അടയ്ക്കുന്നില്ല? കാരണം വളരെ ലളിതമാണ്. പി എഫിൽ ഒരു മിനിമം കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതായത് 15,000ന്റെ 12% മാത്രം എംപ്ലോയർ അടച്ചാൽ മതിയാകും. അതുകൊണ്ടാണ് 50,000 രൂപ സാലറി മേടിക്കുന്ന ആളും 1,00,000 രൂപ സാലറി മേടിക്കുന്ന ആളുടെയും പി എഫ് കോൺട്രിബ്യൂഷൻ പല എംപ്ലോയേഴ്സും അടയ്ക്കുന്ന 1,800 രൂപ മാത്രമാണ്. എന്നാൽ ചില കമ്പനികൾ യഥാർത്ഥ ബേസിക്കിന്റെയും ഡി എയുടെയും 12% അടയ്ക്കുന്നവരുമുണ്ട്. സോ ഈ 15,000-ൽ ലിമിറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനൊക്കെ തന്നെ ഈ 25,000 രൂപയായിട്ട് ഇൻക്രീസ് ആകുമ്പോൾ ഒരു 1,200 രൂപയുടെ ഇൻക്രീസ് ഒരു എംപ്ലോയിയുടെ മേലെ വരും കോസ്റ്റ് ആയിട്ട്. സോ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. സോ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് പ്ലീസ് ഫോളോ.